നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളുടെ സമയമാറ്റം, പ്രവൃത്തി ദിനങ്ങളുടെ സമയമാറ്റത്തിൽ ഇപ്പോൾ വളരെയേറെ വിമർശനങ്ങളും വിവാദങ്ങളും ഉയരുകയാണ്. അതായത് പുതിയ സമയമാറ്റം ഇത്തരത്തിലാണ്. 9:45 മുതൽ 4:15 വരെ സ്കൂളുകൾ പ്രവർത്തിക്കണമെന്നാണ് പുതിയ ഉത്തരവിൽ പറയുന്നത്. ഇതിൻ്റെ ഒരു അടിസ്ഥാനം നമുക്കറിയാം. മൂവാറ്റുപുഴയിലെ CK ഷാജി എന്ന ഒരു സ്കൂൾ മാനേജറാണ് ഇത്തരത്തിൽ കോടതിയെ സമീപിച്ചത്. അതായത് നമ്മുടെ KER, അതായത് കേരള എഡ്യൂക്കേഷണൽ റൂൾസ് പ്രകാരം 220 ദിവസം നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം മാത്രം നമ്മുടെ സ്കൂളുകൾ പ്രവർത്തിച്ചത് വെറും 150 ദിവസം മാത്രമാണ്. അതായത് നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായ പാഠ്യപദ്ധതിയിലുള്ള പാഠവിഷയങ്ങൾ അത് പഠിപ്പിച്ചു കൊടുക്കാൻ അധ്യാപകർക്കും അത് പഠിച്ചെടുക്കാൻ വിദ്യാർത്ഥികൾക്കും സാധിക്കുന്നില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം കോടതിയെ സമീപിച്ചത്. കോടതി ഉത്തരവ് പ്രകാരമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സമയമാറ്റം അല്ലെങ്കിൽ പ്രവൃത്തി ദിനങ്ങൾ കൂട്ടാൻ വേണ്ടി സർക്കാർ ഇത്തരത്തിലൊരു സമയമാറ്റം ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയാണ്. നമുക്കറിയാം, പല ഇത്തരത്തിൽ സമയമാറ്റവും അല്ലെങ്കിൽ സ്കൂൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യം തന്നെ ഇത്തരത്തിൽ രംഗത്തിറങ്ങുന്നത് പ്രധാനമായും മുസ്ലിം സംഘടനകളാണ്. അവരുടെ മദ്രസ പഠനം അല്ലെങ്കിൽ മദ്രസ പഠനത്തിൻ്റെ സമയവുമായി ബന്ധപ്പെട്ട പൊതുവിദ്യാലയങ്ങളിലെ സമയം ഒത്തുപോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരത്തെ തന്നെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. ഇപ്പോഴിതാ ഈ ഒരു സമയമാറ്റത്തിൽ സമസ്ത തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. മദ്രസ പഠനം ശരിയാവില്ല, തങ്ങളുടെ കുട്ടികൾക്ക് മദ്രസയിലും പോകണം, സ്കൂളിലും പോകണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു കടുംപിടുത്തമില്ല എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തന്നെ പറയുന്നത്. ഇത്തരത്തിൽ കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. അതോടൊപ്പം ഇപ്പോൾ സമസ്ത കൂടി രാഷ്ട്രീയ സമ്മർദ്ദം സർക്കാരിന് മേൽ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് തീരുമാനം സർക്കാർ എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വലിയൊരു വാൾമുനയിലാണ്. അതുകൊണ്ട് തന്നെ അത് സർക്കാരിൻ്റെ മുന്നിലുണ്ട്. സമസ്തയെ പിണക്കിക്കഴിഞ്ഞാൽ നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. ഭൂരിപക്ഷവും മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. സമസ്തയ്ക്കൊക്കെ വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ സമസ്തയെ ഇപ്പോൾ പിണക്കാൻ എന്തായാലും സർക്കാർ നിൽക്കില്ല. അതോടൊപ്പം സർക്കാരിന് കോടതിയുടെ ഉത്തരവ് പാലിക്കേണ്ടിയും വരും. അതുകൊണ്ട് ഈ കാര്യത്തിൽ എന്ത് തീരുമാനം വരുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച എന്തിനാണ് എന്ന് ചോദിക്കുന്നവരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്.